അഹ്ലുസുന്നയെ തിരിച്ചറിയാൻ 3 അടയാളങ്ങളുണ്ട് ഇത്രേ. ആ അടയാളങ്ങൾ കൂടി കേൾക്കുക, ഭയങ്കര രസമുള്ള അടയാളങ്ങളാണ്. എന്താ പറഞ്ഞത്? ഇപ്പൊ പ്രതിക്കൂട്ടിൽ അഹ്ലുസുന്നയാണ്. അഹ്ലുസുന്നയെ ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾ ഇങ്ങനെ വിചാരണ ചെയ്യാണ്. എന്തിന്? അവര് കുടുങ്ങിയോടുന്നവർക്ക് രക്ഷപ്പെടാൻ. ഈ ഉള്ളവനത് ഇങ്ങനെ പറയണെന്തിനറിയോ? ഇതിങ്ങനെ പറഞ്ഞാലേ തലയിൽ കയറുള്ളൂ. നമ്മളെ പറ്റി അത്രയും ദുഷിച്ച ആരോപണങ്ങൾ, കളവുകൾ, വേണ്ടാത്തരങ്ങൾ സാധാരണക്കാർക്കിടയിൽ പരത്തുകയും, സലാം പറയരുത്, കണ്ടാൽ മിണ്ടരുത്, മരിച്ചാൽ നിസ്കരിക്കരുത്, വെള്ളം കൊടുക്കരുത്, കല്യാണത്തിൽ പങ്കെടുക്കരുത്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വേട്ടയാടിയത്, എങ്ങനെയൊക്കെയാണ് വേദനിപ്പിച്ചത്. അതിനെല്ലാം അവർ കാരണമാക്കിയ വിഷയങ്ങൾ അവർക്കൊരു വിനയായി, തിരിച്ചടിയായി മാറിയ കാലഘട്ടമാണ്. അൽഹംദുലില്ലാഹ്, ഇത് ആദർശ വിജയമാണ്, പ്രമാണ വിജയമാണ്. അതിനിടയിൽ നമ്മളെ കുത്തി നോവിക്കുന്നു. എന്താ അറിയോ? നമ്മളെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ അടയാളം അത് കേട്ടോളി. മൂന്ന് പ്രശ്നങ്ങൾ. ഒന്ന്, അവരെപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളായിരിക്കും. എപ്പോഴും റസൂലുള്ളാഹിന്റെ എതിർപക്ഷത്താണ് മുജാഹിദ് ജമാഅത്ത് ഉണ്ടാവുക. ഒന്നാമത്തെ കാരണം, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർപക്ഷത്താണ് ഉണ്ടാകുക. എന്താ സഹോദരങ്ങൾ ഇതിനൊക്കെ പറയാ? ഇതിനോളം വലിയൊരു നുണഞ്ഞ് വേറെന്താ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാണ് നമ്മളെങ്കിൽ ഇവർ തെളിയിക്കണ്ടേ? തൗഹീദിൽ, പ്രാർത്ഥനയിൽ, ഇസ്തിഗാസയിൽ, അതുപോലെ ആണ്ട് ഉറൂസ് കാര്യങ്ങളിൽ ഇവരെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ ശരിക്കുള്ള തെളിവല്ലേ വേണ്ടത്? അതെവിടെ? കൂട്ടപ്രാർത്ഥനക്ക് തെളിവുണ്ടോ? മരിച്ചിടത്ത് സൂറത്ത് യാസീൻ പ്രത്യേകമായി ഓതി പാർസലാക്കാൻ തെളിവുണ്ടോ? ഇലാ ഹദറത്ത് വിളിക്കാൻ തെളിവുണ്ടോ? എവിടെ തെളിവുള്ളത്? ആരെടുത്ത മാതൃകയുള്ളത്? അപ്പൊ നമ്മളെ പറ്റി പറയുന്ന ഒന്നാമത്തെ കാരണം, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാണ്. ഇക്കാലം അത്രയും ഈ സത്യം മനസ്സിലാക്കിയത് മുതൽ നാം വിളിച്ചു പറയുന്നത്, ആണയിട്ട് പറയുന്നത്, വമയ്യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഒരു കാര്യം തീരുമാനിക്കുകയും അത് വ്യക്തമാവുകയും ചെയ്താൽ, അതിനെതിരായാൽ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും. ഒരു സലഫിക്ക് ഇതുവരെ ഒരു ഷിയ പണ്ഡിതനെ പുകഴ്ത്തേണ്ടി വന്നിട്ടില്ല. ഒരു ഷിയ ആചാരത്തിന് പട്ട് വിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു ഷിയ ആചാരത്തിന് വേണ്ടി വാദിക്കേണ്ടി വന്നിട്ടില്ല. സൂഫികൾക്ക് വേണ്ടി വാദിക്കേണ്ടി വന്നിട്ടില്ല. സൂഫി ആഘോഷങ്ങളെ, ആചാരങ്ങളെ, ദിക്റുകളെ ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ആ നമ്മളെ പറ്റിയാണ് ആരോപണം. ഇനിയോ, ആരോപണം പറഞ്ഞു എന്ന് മാത്രമല്ല, അതിൽപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷിപ്പുകളെ ആദരിക്കുന്നില്ല. കേട്ടോ, നബിതങ്ങളുടെ ആസാറുകൾക്ക്, അവിടുത്തെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പ്, ഷാറും ഒരു ബർക്കത്തുമില്ല അതിനൊന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾക്ക് ഒരു ബർക്കത്തുമില്ല. അത് പറയുമ്പോ തന്നെ കളവാ നൈമെന്ന് കിട്ടൂലേ, ഒരു ബർക്കത്തുമില്ല. അങ്ങനെ പറഞ്ഞ ഒരു സെലഫിനെ കാണിച്ചു, യഥാർത്ഥ മുജാഹിദിനെ. ബർക്കത്തില്ല എന്ന് പറയുന്ന പേരിൽ മുജാഹിദുകൾ കുറേയുണ്ട്, അവരല്ല ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾക്ക് ബർക്കത്തില്ല എന്ന് തെളിയിക്കാൻ പുസ്തകം എഴുതിയ അഖലാനികളൊക്കെ ഉണ്ട്. അതല്ല, അഹ്ലുസുന്നയുടെ മാർഗത്തിൽ ഉറച്ച ഒരു മുജാഹിദിനെ കാണിച്ചു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന്, ഉമിനീരിന്, അവിടുത്തെ മുടിക്ക് അല്ല കണക്കാക്കിയ ഒരു ബർക്കത്തുണ്ട്. എന്നാലോ അതിന്റെ മറവിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ മുടിക്ക് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞില്ല, എന്റെ വിയർപ്പിന് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞില്ല, എന്റെ ഉമിനീരിന് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞില്ല, എന്നെ കെട്ടിപ്പിടിച്ചോളി എല്ലാവർക്കും ബർക്കത്ത് ഒലിച്ചു വരും എന്ന് പറഞ്ഞില്ല. 4 ഖലീഫമാർ അത് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നാലോ ഇസ്ലാം പഠിപ്പിച്ച ഈ ബറക്കത്തിന്റെ മറവിൽ ഷിയാക്കളും സൂഫികളും പച്ചപ്പട്ട് കൊണ്ടുവന്നു, പച്ച തലപ്പാവ് കൊണ്ടുവന്നു. അവരുടെ ചെരുപ്പും വടിയും അവരെ കീറത്തുണികളും അവർ ഇരുന്നതും ഉപയോഗിച്ചതും എല്ലാം ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞ് കാര്യലാഭത്തിന്, വരുമാനത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇവിടെ മലപ്പുറം ജില്ലയിലെ മമ്പുറത്ത് മറവ് ചെയ്യപ്പെട്ട തങ്ങളുടെ ചെരുപ്പ് വരെ ഒരു മടിയും കൂടാതെ എടുത്ത് മുത്തണത് ആരാന്നറിയോ? ചെരുപ്പാണെന്ന് പറയപ്പെടുന്നു, അല്ലാഹു അഅലം. അതെടുത്ത് മുത്തണത് ആരറിയോ?
സമസ്തയിലെ വമ്പ മുസ്ലിയാക്കന്മാരാ. ഒന്ന് കണ്ടോളിയാ വീഡിയോ. ബഹുമാനപ്പെട്ട നമ്മളുടെ ബദരി മഹാനഗര ജീവിതകാലത്ത് ഒരുപാട് പ്രാവശ്യം വിട്ടു നടന്ന വഴി ചെരുപ്പ് കൈകാറ്റുമതിരി അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളിട്ടത് അത് ബഹുമാനപ്പെട്ട സാദാത്ത്. ആ മുത്തനാള് സമസ്താന എന്ന വിഭാഗം ഉണ്ടല്ലോ, സമസ്തയിലെ സമസ്ഥാന വിഭാഗത്തിന്റെ പ്രധാന നേതാവ് മൗലാന നജീബ് മൗലവിയാണ്. അയാളപ്പോൾ ആ ചെരുപ്പെടുത്ത് മുത്തണത്. ഇത് സാധാരണക്കാർക്ക് എന്താ ഇവർ കൊടുക്കണത്? എന്ത് സന്ദേശം കൊടുക്കണത്? ഈ പണി ഇസ്ലാമല്ല എന്ന് പറഞ്ഞവർ പുത്തൻവാദികൾ, ഈ പണി ഇസ്ലാമാണെന്ന് പറഞ്ഞ് സൂഫികളെയും ഷിയാക്കളെയും സേവിച്ച് നടക്കുന്ന, അവരുടെ പാദസേവകരായി ജീവിക്കുന്ന ഇവർ അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തിൽ അതെങ്ങനെ ശരിയാകും? അതാണ് നമ്മളെ പറ്റി ഉള്ള പ്രശ്നം. നമ്മൾ പ്രശ്നക്കാരും ഇവർ കാട്ടിക്കൂട്ടുന്നത് ഇസ്ലാമും. ഇങ്ങനൊരു ഇസ്ലാം ഇല്ല സഹോദരങ്ങളെ. അള്ളാഹു ബറക്കത്ത് കണക്കാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണത്തിലെ ഒരു വറ്റ് നിലത്ത് വീണാൽ അത് കഴിക്കണം. ഏത് വറ്റിലാണ് ബറക്കത്ത് എന്നറിയില്ല. ബിസ്മില്ല കൊണ്ട് നന്മ ആരംഭിക്കണം, അത് ബറക്കത്തിന് കാരണമാണ്. എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടത്. ഇനി നമ്മളെപ്പറ്റി രണ്ടാമത്തെ കുറ്റം, അത് കേട്ടോളി. ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്ക് എതിരായിരിക്കും എന്ന് പറയാൻ ലോകത്ത് 90% മേലെ മദ്ഹബ് സ്വീകരിച്ചവരാ. ഇവർക്ക് അത് ഉണ്ടാവില്ല. കേട്ടല്ലോ, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും നമ്മൾ എതിരാണ്, അഹ്ലുസുന്ന എതിരാണ്. ഇദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാകാം. ലോകാടിസ്ഥാനത്തിൽ നാളിതുവരെയുള്ള ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ അഹ്ലുസുന്ന ഓരോ നാടുകളിലും ഓരോ പ്രദേശങ്ങളിലും കുറവാണ്. അത് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ അധ്യാപനവും അങ്ങനെയാണ്. വൽതകും മിൻകും ഉമ്മത്തൻ എന്നാണ്. നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടാകട്ടെ. എന്താ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ത്വായിഫത്താണ്, കൊച്ചു സംഘമാണ്. ഓരോ നാട്ടിലും 5 ആളുകൾ 10 ആളുകൾ. ഒരു ഏരിയയാകുമ്പോൾ 100ഉം 150ഉം ഉണ്ടാകും. ഒരു ജില്ലയാകുമ്പോൾ 1000 ഉണ്ടാകും. ഒരു സംസ്ഥാനമാകുമ്പോൾ 10,000 ഉണ്ടാകും. രാജ്യമാകുമ്പോൾ ഒരു പക്ഷേ ലക്ഷങ്ങൾ ഉണ്ടാകും. ഓരോ നാടിനെ എടുത്താൽ അത് ത്വായിഫത്ത്, ചെറിയ ചെറിയ സംഘമായിരിക്കും. ആ സംഘമാണ് അഹ്ലുസുന്ന. ആൾബലമല്ല, ജനബാഹുല്യമല്ല. അങ്ങനെയാണെങ്കിൽ നിഷിദ്ധങ്ങളെല്ലാം അനുവദനീയമാകും. കള്ളു കുടിക്കാൻ ആളുകൾ കൂടുതലാണ്, അറിവില്ലാത്തവർ കൂടുതലാണ്, ചിന്തിക്കാത്തവർ കൂടുതലാണ് എന്ന് കരുതി അത് ശരിയാണോ? അതാണോ ശരി? അല്ല. ഖലീൽ, കുറച്ചാണ്. നിങ്ങൾ കുറച്ച് ആളുകൾ ആലോചിക്കുന്നു, കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. എത്ര ആയത്തുകളാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. ലോകം അവസാനിക്കുന്നത് വരെ ഒരു കൊച്ചു സംഘം സത്യത്തിന് വേണ്ടി ജനമധ്യത്തിൽ ഉണ്ടാകും. അവരെ സഹായിക്കാത്തവർ, അവരെ വഞ്ചിക്കാൻ നോക്കുന്നവർ വിജയിക്കൂല എന്നാണ്. അവരെ ഒറ്റിക്കൊടുക്കാൻ നോക്കുന്നവർ വിജയിക്കൂല. ഇത്തരം ആളുകൾ ചെയ്യുന്ന ഈ പണി വിജയിക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങളെ ഭൂരിപക്ഷം നോക്കാത്തവർ, കൂട്ടപ്രാർത്ഥനയ്ക്ക് തോനെ ആളുകൾ, നേർച്ചക്കും ആണ്ടിനും ഉറൂസിനും മീലാദാഘോഷത്തിനും കൂടുതൽ ആളുകൾ, അത് തെളിവല്ല. തെളിവ് ഖുർആനാകണം, ഹദീസുകളാകണം, അഹ്ലുസുന്നയുടെ നാളിതുവരെയുള്ള പണ്ഡിതന്മാരുടെ വാക്കുകളാകണം. ഇനി മൂന്നാമത്തെ ആരോപണം നോക്കൂ. കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു ടീമാണ് ഇവര്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, ഒരു മനുഷ്യപ്പറ്റ്, ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു കേട്ടല്ലോ. കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവര്, മനുഷ്യപ്പറ്റ്. ആര്? മുജാഹിദുകളൊക്കെ സ്നേഹമില്ലാത്തവര്. എന്നിട്ട് അയാൾ ഉദാഹരണം പറയണം എന്താ അറിയോ? ഈ മുജാഹിദിന്റെ ബാപ്പിയും ഉമ്മയൊക്കെ മരിച്ചാല് ഒരു ഗൾഫിലൊക്കെ, ഫാമിലി അടക്കം ഗൾഫിലാക്കാരോ, വാപ്പിയമ്മയൊക്കെ വയസ്സാം കാലത്ത് പറയുന്ന കേട്ടാൽ സമസ്ത വിഭാഗത്തിൽ ആരും അങ്ങനെ ഉണ്ടാകലില്ല. ഫാമിലി അടക്കം ഗൾഫിൽ പോയി നിൽക്കലില്ല. ഒരു കുറ്റം പറയാണ്. എന്നിട്ട് മരിച്ചു എന്ന് കേട്ട ഓടിന് വരുത്തരെ, ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അങ്ങനെ ഓനെ നോക്കി. അപ്പൊ കൂട്ടത്തിൽ നിന്ന് ചെറിയ കുട്ടി, എൻ്റെ വല്യപ്പാക്ക് സ്വർഗം. എന്തേച്ച് പറഞ്ഞു? സ്വർഗം. അപ്പൊ ഇയാൾ കളിയാക്കണം. സ്വർഗം എന്ന് പോലും പറയാൻ വയ്യാൻ, കമ്മിറ്റ്മെന്റ് ഇല്ല. അപ്പൊ സ്വർഗം കൊടുക്കണേന്ന് വല്യപ്പാക്ക് വേണ്ടി പേരക്കുട്ടി പ്രാർത്ഥിച്ചപ്പോ വല്യപ്പാന്റെ മകൻ എന്തേച്ച് പറഞ്ഞു? എന്നിട്ട് മൂപ്പര് പറയാൻ തരുമോ? എന്ന ആയത്ത് ബാപ്പ ഈ കുട്ടിക്കണ്ട് ഓതി കൊടുക്കുന്നു. അപ്പൊ ആ ആയത്ത് മൂപ്പർക്ക് അറിയാം. അത് നമ്മുടെ നാട്ടിലെ ഈ മുസ്ലിയാക്കന്മാർ കൊണ്ടു നടക്കുന്ന ഒരു ബിദ്അത്തിനെ അറുത്തു മാറ്റുന്ന ആയത്താണ്. അതാണ് ആയത്തിന്റെ പ്രത്യേകത. ഏതാ ബിദ്അത്ത് അറിയോ? മരിച്ചോടത്ത് സൂറത്ത് യാസീന് ആ മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടി പ്രത്യേകം ഓതുവല്ലോ, ആ ഓത്ത് പാടില്ല.
അത് മയ്യത്തിന്റെ കസ്ബല്ല, പ്രവൃത്തിയല്ല, അധ്വാനമല്ല എന്ന്, അത് ബിദ്അത്താണ്, ഒഴിവാക്കേണ്ടതാണ് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല അടക്കം തെളിവെടുത്ത ആയത്താണിത്. എന്നിട്ട് ആ ആയത്ത് ഓതിയിട്ട് നമുക്ക് എതിര്. അപ്പൊ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, ഈ ആയത്ത് ഓതിയിട്ട് പറയാണ്, ഇബ്നു കസീർ റഹിമഹുല്ല പറയാണ്, വസ്തംബത ഷാഫിഈ, ഇമാം ഷാഫി റഹിമഹുല്ലയും അദ്ദേഹത്തെ പിൻപറ്റി വന്നവരും തെളിവെടുത്തിട്ടുണ്ട്, മയ്യത്തിന്റെ അടുക്കൽ വെച്ച് പിന്നെ ഖുർആൻ ഓതൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണിയല്ല, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, അയിമ്മത്ത് ആരും പഠിപ്പിച്ചിട്ടില്ല, അതെങ്ങാനും നല്ലതായിരുന്നെങ്കിൽ സ്വഹാബത്ത് മുൻകടക്കുമായിരുന്നു. അപ്പൊ ഈ ആയത്ത് ഓലിക്കെതിരാ, എന്നിട്ട് ആയത്തെ നമുക്ക് ഇട്ടുകാണ്ട് നമ്മളെ കുറ്റവാളികളാക്കുക. ഇങ്ങനെയാണ് ഇവിടെ ശിർക്കും ബിദ്അത്തും ഒക്കെ ഇവർ വളർത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അധ്വാനം നിർത്താനായിട്ടില്ല, നമ്മുടെ പ്രയാണം അത് നിലക്കാൻ പാടില്ല. കഴിയുന്നത്ര പ്രസംഗിച്ചും എഴുതിയും സംവദിച്ചും സമ്പത്തിറക്കിയും സ്കോഡിറങ്ങിയും അങ്ങാടികളിലൂടെ ഓടിയും വീട് വീടാന്തരം കയറിയിറങ്ങിയും നമുക്ക് ഈ സമൂഹത്തെ ശിർക്കിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ദൗത്യമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ടുള്ള, അതിന്റെ വാഹകരായിട്ടുള്ള അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നമുക്ക് നിർവഹിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൗത്യവുമായി മരണം വരെ മുന്നോട്ട് പോകാനും സത്യത്തിൽ ഉറച്ചു നിൽക്കാനും നാളെ അല്ലാഹു ഒരുക്കിയ സ്വർഗീയ ലോകത്ത് ഒരിടം നേടാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.